ഹൊറർ സിനിമകൾ എന്നും മലയാളികൾക്ക് വളരെയധികം പ്രിയപ്പെട്ടവ തന്നെയാണ്. ഒരുപാട് പഴക്കം മുതലുള്ള പുതിയ ഹൊറർ സിനിമകൾ വരെ കാണാൻ വളരെ പ്രിയമാണ് മലയാളി ആരാധകർക്കെന്നും. എന്നാൽ മലയാളത്തിൽ അങ്ങനെ അധികം ഹൊറർ സിനിമകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ പലപ്പോഴും അന്യഭാഷകളിലെ ഹൊറർ സിനിമകളാണ് മലയാളികൾ കണ്ട് രസിക്കുന്നത്. എന്നാൽ മലയാളത്തിലും ഇത്തരത്തിൽ വളരെ വ്യത്യസ്തമായ ചില കഥകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയും കാവ്യ മാധവനും മുഖ്യ വേഷത്തിലെത്തിയ ഒരു ഹൊറർ ത്രില്ലർ തന്നെയായിരുന്നു അപരിചിതൻ എന്ന് പറയുന്നത്. പതിവ് ഹൊറർ സിനിമകളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു സിനിമയായിരുന്നു അപരിചിതൻ. ശ്വാസം അടക്കിപ്പിടിച്ച് കാണേണ്ട നിരവധി സന്ദർഭങ്ങൾ ഈ ഒരു സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. മമ്മൂട്ടിയും അതുപോലെ തന്നെ കാവ്യ മാധവനും പുറമെ മന്യ, കാർത്തിക, വിനീത്, ജഗതി, മച്ചാൻ വർഗീസ്, സലിം കുമാർ തുടങ്ങി വലിയൊരു താരനിരയും ഈ സിനിമയുടെ ഭാഗമായിരുന്നു. 3 പെൺകുട്ടികളും അവരുടെ കോളേജ് ജീവിതവും അപ്രതീക്ഷിതമായി നടക്കുന്ന ചില സംഭവങ്ങളുമാണ് ഹൊറർ കൂട്ടിക്കലർത്തി പ്രേക്ഷകരിലേക്ക് അന്ന് എത്തിച്ചത്. രഘുറാം എന്ന വൈൽഡ് ഫോട്ടോഗ്രാഫറായിട്ടാണ് അതിൽ മമ്മൂട്ടി എത്തുന്നത്. 2004 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ പ്രേതമായി മാറുന്ന വെള്ളാരം കണ്ണുള്ള സുന്ദരിയായ കല്യാണി എന്ന ആദിവാസി കുട്ടിയുടെ കഥാപാത്രം അവതരിപ്പിച്ച നടി മഹി വിജ് എന്ന പ്രശസ്തയായ ഹിന്ദി സീരിയൽ നടിയായിരുന്നു. ലാഗി തുജ്സെ ലഗൻ, ബാലികാവധു എന്നീ ഹിന്ദി സീരിയലുകളിൽ തിളങ്ങി താരത്തിന്റെ ആദ്യത്തെ അഭിനയ സംരംഭമായിരുന്നു അപരിചിതൻ എന്ന മലയാള ചിത്രം. ഈ ചിത്രത്തിന് അന്ന് ക്യാമറ ചലിപ്പിച്ചത് സന്തോഷ് ശിവൻ തന്നെയായിരുന്നു. സിനിമയിൽ വളരെ കുറച്ചു സീനുകളിൽ മാത്രം വന്നു പോകുന്നുവെങ്കിലും മഹിയുടെ മനോഹരമായ കണ്ണുകളും നിഷ്കളങ്കമായ അഭിനയവും അന്ന് ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഈ സിനിമയിലെ തന്നെ കുയിൽപ്പാട്ടിൽ ഊഞ്ഞാലാടാം എന്നുള്ള പാട്ടും ആരാധകരുടെ മനസ്സിൽ ഇന്നും തങ്ങി നിൽക്കുകയാണ്. 17-ാം വയസ്സിൽ മോഡലിംഗ് രംഗത്ത് എത്തിയ മഹി ഒട്ടേറെ മ്യൂസിക് വീഡിയോകളിലൂടെയാണ് ശ്രദ്ധ നേടിയത്. മമ്മൂട്ടി ചിത്രം അപരിചിതന് ശേഷം ഒട്ടേറെ സീരിയലുകളിൽ മഹി അഭിനയിച്ചിരുന്നു. എങ്കിലും ലാഗി തുജ്സെ ലഗൻ എന്ന സീരിയലിലെ നഖുഷ എന്ന കഥാപാത്രമാണ് മഹിയുടെ അഭിനയ ജീവിതത്തിലെ വഴിത്തിരിവായി മാറിയത്. തുടർന്ന് എൻകൗണ്ടർ, ലാലിഷ്ക് എന്നീ സീരിയലുകൾക്ക് പുറമെ ഭർത്താവ് ജയ് ഭാനുശാലിക്കൊപ്പം ഒരു ഡാൻസ് റിയാലിറ്റി ഷോയിലും താരം പങ്കെടുത്തിരുന്നു. മഹിയുടെ ഭർത്താവ് ജയ്യും ഹിന്ദിയിലെ തിരക്കേറിയ സീരിയൽ നടനാണ്. മഹി ജയ് വിവാഹം ഹിന്ദി ടെലിവിഷൻ ഇൻഡസ്ട്രിയിൽ വളരെ ചർച്ചയാക്കപ്പെട്ട ഒരു താരവിവാഹം തന്നെയായിരുന്നു. 2011 രണ്ടുപേരും വിവാഹം കഴിക്കുകയും പിന്നീട് ഇവർ 2 കുട്ടികളെ ദത്തെടുക്കുകയും ചെയ്തിരുന്നു. ശേഷം IVF ചികിത്സയിലൂടെ മഹിക്കും ജയ്ക്കും ഒരു പെൺകുഞ്ഞും പിറന്നു. താര എന്നാണ് മകൾക്ക് പേരിട്ടിരിക്കുന്നത്. ഇപ്പോൾ 3 കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളാണ് മഹിയും ജയ്യും. IVF ചികിത്സയെക്കുറിച്ചും ഗർഭകാലത്തെക്കുറിച്ചും മഹി അടുത്തിടെ പറഞ്ഞ ചില വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഞങ്ങളൊരു കുഞ്ഞിനായി പലതവണ ശ്രമിച്ചിരുന്നു, ഒരു ഫലവും കണ്ടില്ല. അതിനാൽ ഞങ്ങൾ മനസ്സമാധാനത്തിനും മറ്റുമായി യാത്രകൾ പോയി. ഞങ്ങൾ രണ്ടുപേരും യാത്ര ഇഷ്ടപ്പെടുന്നതിനാൽ ലണ്ടനിലേക്ക് പോകാൻ ഞങ്ങൾ പദ്ധതിയിട്ടു. താര ഞങ്ങൾക്കിടയിൽ അപ്രതീക്ഷിതമായി സംഭവിച്ചതാണ്. അവളുടെ വരവ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അവളൊരു IVF ചികിത്സയിലൂടെ പിറന്ന കുഞ്ഞാണ്. പലതവണ IVF പരാജയപ്പെട്ട വ്യക്തിയായിരുന്നു ഞാൻ. താരയ്ക്ക് വേണ്ടി നടത്തിയ IVF എൻ്റെ അവസാനത്തെ ശ്രമം തന്നെയായിരുന്നു. പ്രതീക്ഷ വളരെ കുറവായിരുന്നു. അവളുടെ കാര്യത്തിൽ താര വരുന്നു എന്നറിഞ്ഞപ്പോൾ അമ്പലത്തിലേക്കാണ് ആദ്യം ഓടിയതെന്നും മഹിയും ജയും പറഞ്ഞിരിക്കുകയാണ്.